ഹായ് ഗൈസ്, ആഫ്റ്റർ പ്ലസ് ടു ബാംഗ്ലൂർ വന്ന് നല്ല ബെസ്റ്റ് ഒരു ക്യാമ്പസിൽ നിങ്ങളുടെ UG ഓർ PG മെഡിക്കൽ റിലേറ്റഡ് ഓർ മാനേജ്മെന്റ് സീറ്റ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പസിന്റെ ഫ്രണ്ട് പോർഷനിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. കോളേജ് ഞാനിപ്പോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ക്യാമ്പസ് തന്നെയാണ്. ദാറ്റ് ഈസ് RR ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂർ, രാജറെഡ്ഡി ക്യാമ്പസിന്റെ ഫ്രണ്ട് പോർഷനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഗൈസ്, ഇതൊരു ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ് ആയ നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സസ്, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസ്, മാനേജ്മെന്റ് കോഴ്സസ്, എഞ്ചിനീയറിംഗ് കോഴ്സസ്, പിന്നെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനൊക്കെ മോസ്റ്റ് ഫേവർ ആയിട്ടുള്ള ഫോറൻസിക് റിലേറ്റഡ് കോഴ്സസ്, AIML, ഡാറ്റ സയൻസ് തുടങ്ങിയ നിരവധി കോഴ്സസ് കറന്റ്ലി നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ക്യാമ്പസിന്റെ അകമൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്താലോ? സോ ഗൈസ്, നമുക്ക് കയറി വരുന്ന എൻട്രി പോർഷനിൽ തന്നെ ക്യാൻറ്റീൻ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ക്യാമ്പസിനകത്ത് തന്നെ സ്റ്റുഡൻസിന് ക്യാൻറ്റീൻ അവൈലബിൾ ആണ്, മെസ്സും അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഈ കോളേജ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ക്യാമ്പസ് ഹോസ്റ്റലും മെസ്സും അവൈലബിൾ ആണ്. സോ അതും ഇൻസൈഡ് ക്യാമ്പസ് തന്നെയാണ് വരുന്നത്. നമുക്ക് കയറി വരുന്ന ഭാഗത്ത് തന്നെയായിട്ട് റൈറ്റ് സൈഡില് ഒരു വലിയ സ്റ്റേജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് എഡ്യൂക്കേഷൻ പോലെ തന്നെ മറ്റ് കൾച്ചറൽ ആക്ടിവിറ്റീസും പാരലായിട്ട് കൊണ്ടുപോകുന്ന ഒരു ക്യാമ്പസ് ആണ് RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ അതിന്റെ ബാക്കിലും അത് ക്യാമ്പസ് വലിയ ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ പല പല ബ്ലോക്കുകളായിട്ടും ഡിപ്പാർട്ട്മെന്റ്സ് വൈസും ആണ് ഇവിടെ അക്കാദമിക് ബ്ലോക്സ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും ഓരോ ബ്ലോക്ക് വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഇപ്പൊ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് മാനേജ്മെന്റ് കോഴ്സസിന്റെ ബ്ലോക്ക്, അക്കാദമിക് ബ്ലോക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് എൻട്രി പോർഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് നേരെ നോക്കുമ്പോൾ അക്കാദമിക് ബ്ലോക്സ് ആണ് ഫുള്ള് കാണുന്നത്. സ്റ്റുഡൻസ് എല്ലാവരും ഡിസ്കഷനിലൊക്കെയാണ്, ഫ്രീ ടൈം ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് കോളേജിന്റെ ടോട്ടൽ ഫ്രണ്ട് വ്യൂ ആയിട്ട് വരുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് എൻട്രൻസിൽ നിന്ന് നേരെ നോക്കുമ്പം ഈ നമ്മുടെ ഈ കയറി വരുന്ന വേ എൻഡ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗിന്റെ അക്കാദമിക് ബ്ലോക്കിലാണ് കേട്ടോ. ഇവിടെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പ്രോഗ്രാംസ്, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് എല്ലാം അവൈലബിൾ ആണ്. അതിന്റെ ബ്ലോക്കാണ് കാണുന്നത്. ഇത് വരുന്നത് മാനേജ്മെന്റ് കോഴ്സസിന്റെ അക്കാദമിക് ബ്ലോക്കാണ് വരുന്നത്. പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്യാമ്പസ് ആണ് കേട്ടോ. സ്റ്റുഡൻസിനാണെങ്കിലും വിസിറ്റേഴ്സിനാണെങ്കിലും സെപ്പറേറ്റ് പാർക്കിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ദെൻ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാനായിട്ട് പറ്റുന്നത് ബോയ്സ് ഹോസ്റ്റലാണ്. നമുക്ക് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ അത് ഇൻസൈഡ് തന്നെയാണ് വരുന്നത്. ബോയ്സ് ഹോസ്റ്റലാണ് നമുക്ക് നേരെ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. സോ സ്റ്റുഡൻസ്, ഇതാണ് നമ്മുടെ RR കോളേജിന്റെ ബോയ്സ് ഹോസ്റ്റലിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരുന്നത്. വലിയ രീതിയിൽ നമുക്ക് കാർ പാർക്കിങ്ങും ടൂ വീലർ പാർക്കിങ്ങും ഒക്കെ അവൈലബിൾ ആണ് ക്യാമ്പസിന്റെ അകത്ത് തന്നെ. ദെൻ സെക്യൂരിറ്റീസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യം 100% എൻഷുർ ചെയ്യുന്നു. നമുക്ക് ഇവിടെ നല്ല ഗ്രീനി ആയിട്ട് തന്നെ ക്യാമ്പസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാമ്പസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് അക്കാദമിക് ബ്ലോക്കിന്റെ സൈഡിലൂടെയാണ് കേട്ടോ നമ്മൾ നടക്കുന്നത്. മാനേജ്മെന്റ് റിലേറ്റഡ് പ്രോഗ്രാംസിന് നമുക്ക് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ദെൻ മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസിന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ആണ് വരുന്നത് കേട്ടോ. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് വേറെ അക്കാദമിക് ബ്ലോക്സും കാണാനായിട്ട് പറ്റും. ഞാനിപ്പോ ജസ്റ്റ് ഒരു അക്കാദമിക് ബ്ലോക്കിന്റെ അകത്തേട്ട് എൻ്റർ ചെയ്യുന്നില്ല, ജസ്റ്റ് പുറത്തു വരെ നിന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്ലാസ്സസും കാര്യങ്ങളും റണ്ണിങ് ആണ് കേട്ടോ. സ്റ്റുഡൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടൈമൊക്കെയാണ്. ദെൻ ഈ അക്കാദമിക് ബ്ലോക്ക് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്. ഇവിടെ എല്ലാ സ്പെഷ്യലൈസേഷനോടും കൂടി എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസ്. ഇതാണ് അക്കാദമിക് ബ്ലോക്കിന്റെ എൻട്രി വരുന്നത് കേട്ടോ. എൻട്രി പോർഷൻ ആയിട്ട് വരുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം അവര് ഓക്കെ ആയിട്ടാണ് സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സസും കാര്യങ്ങളും റണ്ണിങ് ആയതുകൊണ്ട് ഞാൻ ഒത്തിരി അകത്തേട്ട് കയറുന്നില്ല.
ദെൻ ഞാൻ റീച്ചബിലിറ്റിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ ഗൈസ്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ജസ്റ്റ് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്യാമ്പസിന്റെ തൊട്ട് ബാക്കിലൂടെയാണ് റെയിൽവേ ട്രാക്ക് വരുന്നത്. സോ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ സ്റ്റുഡൻസിന്. റീച്ചബിലിറ്റി വളരെ കംഫർട്ടായിട്ടുള്ള ക്യാമ്പസ് ആണ് അവർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ബാംഗ്ലൂർ നോക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഗൈസ്. നമ്മളിപ്പോൾ കണ്ട അക്കാദമിക് ബ്ലോക്കിന്റെ ഫുൾ പോർഷൻ ആണിത്. ഇവിടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് കേട്ടോ. ഹോസ്പിറ്റൽ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ കോളേജ് ഫുൾ വ്യൂ വരുന്നത് കേട്ടോ. നമ്മൾ ചെന്ന് വിസിറ്റ് ചെയ്യുന്ന ദിവസം അവിടെ എന്തോ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റുഡൻസിന്റെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കോളേജിന്റെ ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത്. ദെൻ ഗൈസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സ്റ്റുഡൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലാഷ് മോബ് പോലെ ഒരു പ്രോഗ്രാം. കുറച്ച് ലെങ്തിയുള്ള ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റുഡൻസിന്റെ കോർഡിനേഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണുള്ളത്. നമ്മളിവിടെ സ്റ്റുഡൻസിനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മലയാളി സ്റ്റുഡൻസിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ റാഗിങ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു തരത്തിലുള്ള റാഗിങ് ഇഷ്യൂസും ഇതുവരെ ഒരു സ്റ്റുഡൻസ് പറഞ്ഞില്ല. വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആന്റി റാഗിങ് ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല. സേഫ്റ്റി 100% എൻഷുർ ചെയ്യുന്നുണ്ട്. ഞാൻ 4th ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് പോലും, അതായത് സീനിയർ സ്റ്റുഡൻസിനോട് പോലും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, ക്യാമ്പസ് ഒക്കെ കണ്ട് നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. സോ അഫോർഡബിൾ ഫീസിൽ മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ്, മാനേജ്മെന്റ് റിലേറ്റഡ് പ്രോഗ്രാംസ്, എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പ്രോഗ്രാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസിന് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം.